Hello everyone, welcome to Level Up English with Alina. I hope you all are doing well. Would you mind? Do you mind? ഇന്ന് ഈ രണ്ട് വാക്കുകളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു പെർമിഷൻ എടുക്കാൻ, ഒരു റിക്വസ്റ്റ് ചെയ്യാൻ എന്നിവയ്ക്ക് വേണ്ടിയാണ് ഈ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മളൊരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ചോദിക്കാൻ ഉപയോഗിക്കുന്നത് മേ, ക്യാൻ എന്നീ വാക്കുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, ക്യാൻ ഐ സിറ്റ് ഹിയർ, മേ ഐ സിറ്റ് ഹിയർ. കാഷ്വൽ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ടോക്കിനാണ് മേ അല്ലെങ്കിൽ ക്യാൻ ഉപയോഗിക്കുന്നത്. പൊളൈറ്റായിട്ട് ഒരു നാച്ചുറൽ കോൺവെർസേഷനാണ് വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് ഉപയോഗിക്കുന്നത്. നോട്ടിലേക്ക് ശ്രദ്ധിക്കാം. ഫോർ എക്സാമ്പിൾ, വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ? ഞാനിവിടെ ഇരിക്കുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ? ഞാനിവിടെ ഒന്ന് ഇരുന്നോട്ടെ. കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. വുഡ് യു മൈൻഡ് ഇഫ് ഐ ഓപ്പൺ ദ ഡോർ? ഞാൻ ആ ഡോർ ഓപ്പൺ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡു യു മൈൻഡ് ഇഫ് ഐ ടേൺ ഓൺ ദ ലൈറ്റ്? ഞാൻ ആ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്തോട്ടെ. ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. വുഡ് യു മൈൻഡിൻ്റെ കൂടെ നമ്മൾ ഓപ്പൺ എന്ന സെക്കൻഡ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വുഡ് ഒരു പാസ്റ്റ് ഫോമാണ്, അതുകൊണ്ട് ഓപ്പൺ എന്ന പാസ്റ്റ് ഫോം ഉപയോഗിച്ചിരിക്കുന്നു. ഡു എന്നത് ഫസ്റ്റ് ഫോമാണ്, അതുകൊണ്ട് ടേൺ എന്ന ഫസ്റ്റ് ഫോം തന്നെ ഉപയോഗിക്കണം. ഇവിടെ വുഡ് യു മൈൻഡിൻ്റെ കൂടെയാണ് നമ്മൾ സെക്കൻഡ് ഫോം ഉപയോഗിച്ചിരിക്കുന്നത്. വുഡ് ഉപയോഗിക്കുന്ന എല്ലാ സിറ്റുവേഷനിലും പാസ്റ്റ് ഫോം അല്ല ഉപയോഗിക്കേണ്ടത്. പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ്, അതായത് നമുക്ക് ഒരാൾ എന്തെങ്കിലും ചെയ്ത് തരാമോ എന്ന് ചോദിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മൾ കുഡ് യു, വുഡ് യു ഒക്കെ വെച്ച് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, എങ്കിലും ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു യൂസേജാണ്. ഫോർ എക്സാമ്പിൾ, വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ? ആ വിൻഡോ തുറക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിരോധമുണ്ടോ? ഡു യു മൈൻഡ് ഓപ്പണിംഗ് ദ വിൻഡോ? ആ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ. വുഡ് യു മൈൻഡിൻ്റെ കൂടെയും ഡു യു മൈൻഡിൻ്റെ കൂടെയും റിക്വസ്റ്റുകൾ ഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ING ഫോം ഉപയോഗിക്കണം. അതായത് ഓപ്പണിംഗ്, വാച്ചിങ്, വെയ്റ്റിംഗ് അങ്ങനെയുള്ള ING ഫോം വേണം ഉപയോഗിക്കാൻ. കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. വുഡ് യു മൈൻഡ് ഹെൽപ്പിംഗ് മീ വിത്ത് മൈ ഹോംവർക്ക്? എന്നെ ഹോംവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതിൽ എന്തെങ്കിലും വിരോധമുണ്ടോ? ഡു യു മൈൻഡ് സെൻഡിങ് മീ ദ അഡ്രസ്? ആ അഡ്രസ്സ് എനിക്കൊന്ന് അയച്ചു തരാമോ? ഇനി നമുക്കിതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഡു യു മൈൻഡ് ഈഫ് പ്ലസ് പ്രസൻറ്റ് ഫോം ആയിരിക്കണം. വുഡ് യു മൈൻഡ് ഈഫ് പ്ലസ് പാസ്റ്റ് ഫോം ആയിരിക്കണം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക.